നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര 15-ാം തീയതി ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ സായ് സുദർശന് പരിക്ക് പറ്റി, അദ്ദേഹം റൂൾഡ് ഔട്ടായി. പകരം സർഫ്രാസ് ഖാനെയാണ് ഇന്ത്യൻ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയത്. സർഫ്രാസ് ഇപ്പോൾ ശ്രീലങ്കയിലെത്തി ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സായ് സുദർശൻ നമ്പർ 3-ൽ ബാറ്റ് ചെയ്യുന്നയാൾ പകരം നമ്പർ 5-ലോ 6-ലോ ബാറ്റ് ചെയ്യുന്ന സർഫ്രാസ് ഖാനെ സ്ക്വാഡിലേക്ക് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻറ്റ്. എന്താണ് ഇവിടെ സെലക്ടർമാർ ഉദ്ദേശിക്കുന്നത്, ടീം മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സർഫ്രാസ് ഖാന് പകരം രുദ്രാജ് ഗെയ്ക്വാദ് ആയിരുന്നില്ലേ കുറച്ചുകൂടി ആ സ്ഥാനത്തേക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആവുക എന്നുള്ളതാണ് ചോദ്യം. അതായത് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി നമ്പർ 4-ൽ ബാറ്റ് ചെയ്യുന്നയാൾ ഇപ്പം അതുപോലെ തന്നെ ശ്രീലങ്ക എക്കെതിരെയുള്ള ഇന്ത്യ എയുടെ ജൂൺ ജൂലൈ മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന അൺഒഫീഷ്യൽ ടെസ്റ്റിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, ആ ഒരു പൊസിഷനിലൊക്കെ. ദെൻ എഗെയിൻ സെലക്ഷൻ കമ്മിറ്റി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി? അത് തീർച്ചയായിട്ടും പല ക്രിക്കറ്റ് പ്രേമികളും തലപുകച്ച് ആലോചിക്കുന്ന ഒന്നാണ്. ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻ്റ് അല്ലല്ലോ നടന്നത്. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്പർ 3 എന്നുള്ളത് ഇപ്പോൾ ഏതായാലും ദേവദത്ത് പടിക്കൽ ഉറപ്പിച്ച മട്ടാണ്. പടിക്കൽ കിടിലം പ്രകടനമാണ് സന്നാഹ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. സോ നമ്പർ 3 പൊസിഷൻ ദേവദത്ത് പടിക്കൽ അത് അദ്ദേഹം സീൽ ചെയ്തു എന്ന് വേണം കരുതാൻ. അപ്പോൾ പിന്നെയുള്ള പ്രശ്നം ഈ നമ്പർ 6, 7 ആ പൊസിഷനുകളിൽ വേണ്ട വിധത്തിൽ ബാറ്റ് ചെയ്യാൻ ആൾ വേണം. എസ്പെഷ്യലി ധ്രുവ് ജുറൽ, അദ്ദേഹമാണല്ലോ ഇപ്പം നേരത്തെ ഇപ്പോൾ നവംബറിൽ നടന്നിട്ടുള്ള സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലൊക്കെ ആ ഒരു പൊസിഷനിൽ കളിച്ചത്. അദ്ദേഹം സിമോൺ ഹാർബറുടെ ഓസ്പിനിന് മുന്നിൽ ഗോഹട്ടിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോ അത്തരത്തിൽ സ്പിന്നർമാരെ ശ്രീലങ്ക ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം ധ്രുവ് ജുറലിന് മികവ് കാണിക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ സന്നാഹ മത്സരത്തിലും അദ്ദേഹം നന്നായിട്ടല്ല കളിച്ചത്. 1 റൺസും 17 റൺസുമാണ് അദ്ദേഹത്തിൻ്റെ 2 ഇന്നിങ്സുകളിലെ സംഭാവന. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡിൽ ഓർഡറിൽ ഒന്ന് ഡെപ്ത് കൊണ്ടുവരിക, ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് സർഫ്രാസ് ഖാനെ എടുത്തിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴുള്ള ചോദ്യം, ഈ ഒരു സന്നാഹ മത്സരത്തിലെ പെർഫോമൻസ് വെച്ച് മാത്രം ധ്രുവ് ജുറലിനെ ഒഴിവാക്കുമോ, എന്നിട്ട് സർഫ്രാസിനെ കളിപ്പിക്കുമോ എന്നുള്ളതാണ്. അത് കണ്ടറിയേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇന്ത്യൻ ടീമിൻ്റെ സ്പിൻ ബൗളിംഗ് കോച്ചായിട്ടുള്ള സൈരാജ് ബഹദൂലെ പറഞ്ഞത്, ടീം ഫസ്റ്റ് 11 എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല, അത് മാച്ചിനൊക്കെ തൊട്ട് മുമ്പ് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ സർഫ്രാസിൻ്റെ ഒരു പ്രകടനം ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കറിയാമല്ലോ. അദ്ദേഹം 2024 അദ്ദേഹം ഏറ്റവും ഒടുവിലൊരു ടെസ്റ്റ് കളിക്കുന്നത് 2024 ആ വർഷമാണ് അദ്ദേഹം തൻ്റെ ഡെബ്യൂ നടത്തിയതും. പിന്നെ അദ്ദേഹം ഇന്ത്യയുടെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. 2024-25 ടൂറിന് ഓസ്ട്രേലിയയിലേക്കുള്ള സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്കുള്ള ആ ഒരു സ്ക്വാഡിലേക്ക്, അതായത് ലാസ്റ്റ് ഇയർ ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യ നടത്തിയിട്ടുള്ള ആ ഒരു ടൂറിൽ അദ്ദേഹം ഡ്രോപ്പ് ചെയ്യപ്പെടുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. ആകെ 6 ടെസ്റ്റുകളാണ് അദ്ദേഹം കളിച്ചത്. 11 ഇന്നിങ്സുകൾ, 371 റൺസാണ് അദ്ദേഹം അടിച്ചത്. 150 അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ വന്നിട്ടുള്ളത്. 37.1 ആവറേജ്. 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സമീപകാലത്തൊരു പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ രഞ്ജി ട്രോഫി സീസണിൽ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. 7 ഇന്നിങ്സുകളാണ് 2025-26 സീസണിൽ അദ്ദേഹം രഞ്ജി ട്രോഫി കളിച്ചത്. 429 റൺസ് അടിച്ചു. 53.62 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ്. 1 അർദ്ധ സെഞ്ചുറിയും 1 സെഞ്ചുറി നേടിയിട്ടുണ്ട്. 227 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സ്കോർ വന്നത്. ഏതായാലും ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ നമ്പർ 3 പൊസിഷനിലേക്ക് സായ് സുദർശന് പകരം ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻ്റ് അല്ല ഇവിടെ കൃത്യമായിട്ട് നടത്തിയിട്ടുള്ളത്. മറിച്ച് ഇവിടെ നടത്തിയിരിക്കുന്നത് മിഡിൽ ഓർഡറിലേക്ക് അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിലേക്കൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു റീപ്ലേസ്മെൻ്റ് ആണെന്ന് വേണം കരുതാൻ. ടോപ്പ് ഓർഡറിൽ പിന്നെ നമ്മുടെ ഓപ്പണർമാർ കഴിഞ്ഞാൽ ദേവദത്ത് പടിക്കൽ തന്നെ വരും എന്ന് വേണം കരുതാൻ. ഏതായാലും അപ്ഡേറ്റഡ് സ്ക്വാഡ് നമുക്ക് നോക്കാം. ശുഭ്മൻ ഗില്ല്, KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത്, ധ്രുവ് ജുറൽ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, മനോജ് സുതാർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഗുർനൂർ ബ്രാർ, ദേവദത്ത് പടിക്കൽ, സാരാംശ് ജെയിൻ, ഓക്കിബ് നബി, സർഫ്രാസ് ഖാൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തായാലും
ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് ഉണ്ടാകും. ധ്രുവ് ജുറലിനെ ബാറ്ററായിട്ട് മാത്രം കളിപ്പിക്കാനുള്ള സാധ്യതയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ സർഫ്രാസ് കൂടി ഒരു കണ്ടൻഡറായിട്ട് വരികയാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താം.